ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ രസം. രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, കൂടുതൽ വേറെ കറികളുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇതാ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് വേഗത്തിലൊരു രസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയാലോ. അപ്പം ഇതാ നമ്മുടെ കുക്കർ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുരുമുളകും പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണേ. നമ്മൾ ഇടിക്കുന്ന കല്ലേ വെച്ചൊന്ന് ചതച്ചെടുക്കുവാണ്. വേണമെങ്കിൽ മിക്സിയിൽ വെച്ച് ചതച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ കല്ലേ വെച്ചൊന്ന് ചതച്ചെടുക്കുവാണ്. അപ്പോൾ ഇതാ എല്ലാം ചതച്ചെടുക്കുവാണ് കേട്ടോ. ഇതാ അങ്ങനെ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ രസം വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ കുക്കറിനകത്ത് വേഗം ഒന്ന് രസം ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ചതച്ചിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ കുക്കർ എടുക്കണം കേട്ടോ. കുക്കറിനകത്തേക്ക് നമുക്കിതാ ഒരു തക്കാളി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കുവാണ്. മിക്സിയിൽ വേണമെങ്കിൽ അരച്ചിട്ടിട്ട് കൊടുക്കാം, അല്ലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ തക്കാളി ഇങ്ങനെ പീച്ചി ഇടത്തില്ലേ, അതുപോലെയാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തത്. എന്താ ഇതുപോലെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മിക്സിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ തക്കാളി നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മുടെ രസത്തിനകത്തുനിന്ന്. അപ്പോൾ ആ തക്കാളി എല്ലാം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കുരുമുളകും ഉള്ളിയൊക്കെ ഇല്ലേ, അത് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിതാ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാവേ. പുളി പിഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാ പുളി പിഴിഞ്ഞൊഴിച്ച് ഞാൻ ആ പുളി വീണ്ടും പിഴിഞ്ഞ് ആ പുളിയിൽ നിന്നും പുളി എല്ലാം എടുക്കത്തക്ക രീതിയിൽ ഞാൻ ദാ വെള്ളം ഒഴിച്ച് എടുക്കുവാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുക്കർ രസമാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു രസമാണ് കേട്ടോ കുക്കർ രസമേ. അപ്പോൾ ആ പുളിയെല്ലാം ഞാൻ വീണ്ടും പിഴിഞ്ഞൊഴിക്കുകയാണ്. ഞാൻ പുളി ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നവർ എൻ്റെ പുളിയുടെ കളർ കണ്ടോ, നല്ല കളറാണ് കേട്ടോ എൻ്റെ പുളിക്ക്. അതുപോലെ തന്നെ നല്ല പുളിയേ. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എന്തേലാണോ രസത്തിന് ചാറ് വേണ്ടത് ആ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രസത്തിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കായമല്ലേ. അപ്പോൾ കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഞാൻ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രസത്തിനൊക്കെ മല്ലിയില കുറച്ചധികം ചേർക്കുവാണെങ്കിൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മല്ലിയില കുറച്ചധികം ഞാൻ കഴുകി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പേ വെച്ച് ഒറ്റ ഒരു വിസിൽ അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതുപോലെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നല്ലൊരു കളറൊക്കെ ആയില്ലേ നമ്മുടെ രസത്തിന്. അപ്പം ഇനി നമുക്കിതാ അടുപ്പേ വെച്ച് ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാവേ. അങ്ങനെ ഒരു വിസിലൊക്കെ അടിച്ച് കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് താളിക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയോ ഒന്നും അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലോ ഒന്നുമല്ല എടുത്തിരിക്കുന്നത്, നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയിൽ നമ്മൾ കടുക് താളിച്ച് രസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ചെറിയ ജീരകമില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ചെറിയ ജീരകം പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് 2-3 കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് കുരുമുളകും പച്ചമുളകുമായിരുന്നു ചേർത്തത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കുക്കറൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ നല്ല മണം കേട്ടോ കുക്കർ തുറന്നപ്പോഴത്തേക്കിന് വരുന്നത്. നമുക്കിതാ കടുക് താളിച്ച് വെച്ചത് നമ്മുടെ രസത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ രസം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പം
നമ്മുടെ കുക്കർ രസത്തിൻ്റെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ കുക്കറിനകത്ത് ഇതുപോലെ ഒന്ന് രസം ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അങ്ങനെ ഞാൻ കുക്കറിനകത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ രസം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുക്കർ രസം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.